സദ്യക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ദേ വെള്ളരിക്ക ഇട്ട് ഉണ്ടാക്കിയ നല്ല കിച്ചടി, വെള്ളരിക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പുളിശ്ശേരി, പിന്നെ സംഭാരം, പിന്നെ അത് ഇഞ്ചിക്കറി ആട്ടോ അവസാനം കാണിക്കാം. ഇത് ക്യാരറ്റ് തോരൻ, പിന്നെ അമ്പീസ് കിച്ചണിൽ നിന്നുള്ള പാൽപ്പായസവും കടലപ്പായസവും, പിന്നെ ഇതേ കത്തിരിക്ക തൊക്ക്. അത് കഴിഞ്ഞ് കൂട്ടുകറി വച്ചിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ഇട്ട കൂട്ടുകറി. പിന്നെ ഇതേ നമ്മളുടെ അവിയലൂട്ടൻ ഇല്ലാതെ എന്ത് സദ്യ അല്ലേ. പരിപ്പ്, സാമ്പാർ, അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാത്തത് ദേ കണ്ടില്ലേ, മുളക് കറി അമ്മയുടെ സ്പെഷ്യലാട്ടോ. ഉള്ളിയും മുളകും കൂടെയുള്ള മുളക് കറി, ഇഞ്ചിക്കറി, ഇതും എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. പിന്നെ അമ്പീസ് കിച്ചണിൽ നിന്നുള്ള പാൽപ്പായസവും കടലപ്പായസവും, അത് രണ്ടും പൊളിയാണ്, ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഒരു പറ്റി എന്താണെന്നറിയാമോ, സദ്യ വിളമ്പിയപ്പോഴേ നമ്മളുടെ കത്തിരിക്ക തൊക്ക് വിളമ്പാൻ മറന്നുപോയി. സാരില്ല. പിന്നെ നാരങ്ങക്കറി മാങ്ങക്കറിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി, നാരങ്ങക്കറി, മാങ്ങക്കറി, കിച്ചടി, മുളക് കറി, തോരൻ, അവിയൽ, കൂട്ടുകറി, തൊക്ക് വയ്ക്കാൻ മറന്നുപോയി, ചോറ്, പരിപ്പ്, പപ്പടം, ചിപ്സ് കുറച്ചധികം വെച്ചിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കണം, പിതൃക്കൾക്ക് കൊടുക്കാമെന്നാണ് സങ്കല്പം. പിതൃക്കളും പ്രപഞ്ചവും കൂടെ ആകുമ്പോൾ നമ്മളുടെ സങ്കടമൊക്കെ അത് മാറ്റിത്തരും.